ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ നാരായണ. ശ്രീമന്നാരായണീയം, നാരായണീയ മധുരം, ഈ ആസ്വാദനം കഴിഞ്ഞ 169 ദിവസവും നമുക്ക് നടത്താൻ ഭഗവാൻ അനുവാദം തന്നു, അനുഗ്രഹം തന്നു. ഇന്ന് 170-ാമത്തെ ദിവസം. ശ്രീമന്നാരായണീയം 17-ാമത്തെ ദശകത്തിൽ 2-ാമത്തെ ശ്ലോകം, ധ്രുവചരിത്രം എന്ന ഭാഗത്തിൽ 2-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്നത്. ശ്ലോകം, അർത്ഥം, ശ്ലോകം, ഭാഷാഗാനമായ ശ്രീഹരിയം. അംഗേപിതു സുരുചിപുത്രകമുത്തമം തം ദൃഷ്ട്വാ ധ്രുവഃ കില സുനീതിസുതോധിരോക്ഷ്യൻ ആചിക്ഷിപേ കില ശിശു സുതരാം സുരുച്യാം ദുസ്സന്ധ്യജാ ഖലു ഭവദ്വിമുഖൈരസൂയാം. പിതു അംഗേ സുരുചിപുത്രകം തം ഉത്തമം ദൃഷ്ട്വാ സുനീതിസുതഃ ധ്രുവഃ കില അധിരോക്ഷ്യൻ ശിശു സുരുച്യാ സുതരാം ആചിക്ഷിപേ കില ഭവദ്വിമുഖൈ അസൂയാ ദുസ്സന്ധ്യജാ ഖലു. പിതു അംഗേ സുരുചിപുത്രകം. അച്ഛൻ്റെ മടിയിൽ ഒരിക്കൽ സുരുചിയുടെ പുത്രൻ ആ തം ഉത്തമം ദൃഷ്ട്വ,
ആ ഉത്തമനെ കണ്ടിട്ട്. പുത്രകം തം, ഇവിടെ വ്യാഖ്യാതാക്കൾ പണ്ഡിതാഗ്രേസരന്മാർ നമുക്ക് പറഞ്ഞു തരണു. കാ എന്ന പ്രത്യയവും പുത്രകം, പുത്രം എന്നല്ല പുത്രകം, പിന്നെ തം എന്നുള്ള വിശേഷണവും എന്തിനെ കാണിക്കണു? ഉത്തമന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അമിതലാളനയെ കാണിക്കുന്നു. സുനീതിസുത ധ്രുവ കില അധിരോക്ഷ്യൻ, സുനീതിയുടെ പുത്രനായിരിക്കുന്ന ധ്രുവനും ആ അച്ഛൻ്റെ മടിയിൽ കയറാൻ തുടങ്ങിയപ്പോൾ, അധിരോക്ഷ്യൻ അതിനായിട്ട് ആഗ്രഹിച്ച് അതിനങ്ങോട്ട് തുടങ്ങിയപ്പോൾ, ശിശു സുരുച്യാസുതരാം മാജിക്ഷിപേ കില, ആ കുട്ടിയെ സുരുചി കലശലായി ശകാരിച്ചു അത്രേ. അതിന് കാരണം എന്താ പറയണത്? ഭവദ്വിമുഖൈഹി, അങ്ങയോട് ആഭിമുഖ്യമില്ലാത്ത ആളുകൾ, ദുസ്സന്ധ്യജാഖലു, അസൂയ വിട്ടുമാറാത്തവരാണല്ലോ എന്ന് പറയാണ്. കില അധിരോക്ഷ്യൻ അല്ലേ? അധിരോക്ഷ്യൻ എന്നത് ധ്രുവന്റെ വിശേഷണമാണ്. ആചിക്ഷിപേ കില എന്നാണ്. അമിതാദരവശാൽ ഉണ്ടാകുന്ന ദുരഭിമാനം. ഇപ്പൊ ഇവിടെ നിശ്ചയദ്യോതകം, ഭവദ്വിമുഖന്മാര്, ഈശ്വര വിചാരമില്ലാത്ത ആളുകൾ, അവർക്കാണിങ്ങനെ തോന്നുള്ളൂ. ദുർഗുണങ്ങൾ ഭഗവൽ ഭക്തന്മാർക്ക് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് സുരുചി തൻ്റെ മകൻ കയറിയിരിക്കുന്ന ഉത്താനപാദന്റെ മടിയിലേക്ക് കയറിയിരിക്കാൻ പുറപ്പെട്ട ആ ധ്രുവനെ ശകാരിച്ചത് എന്ന് പറയുന്നു. നമുക്കൊരിക്കൽ കൂടി ആ ശ്ലോകം ചൊല്ലാം, അതിനുശേഷം അതിൻ്റെ ഭാഷാഗാനം. അംഗേ പിതുസുരുചി പുത്രകമുത്തമം തം ദൃഷ്ട്വാ ധ്രുവ കില സുനീതി സുതോധിരോക്ഷ്യൻ ആചിക്ഷിപേ കില ശിശു സുതരാം സുരുച്യാം ദുസ്സന്ധ്യജാ ഖലു ഭവദ്വിമുഖൈർ അസൂയാം. നാരായണ 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 രാധാഗോവിന്ദ. സുരുചിതൻ പുത്രനാകും ഉത്തമനെ പോലെ തൻ്റെ പിതൃവാത്സല്യത്തിനായി മോഹിച്ചു ധ്രുവൻ. സുനീതിതൻ സുതനോടു കയർത്തല്ലോ സുരുചിയും ഭവൽ ഭക്തിയില്ലാത്തവർ ദുഷ്ടരാണല്ലോ. നാരായണ 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 രാധാഗോവിന്ദ. നാരായണ നാരായണ രാധാഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ നാരായണ.